ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനു മമ്മൂസ്. ഞാൻ ഷെമീസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റയോൺ മാക്സി കാണിച്ചു തരാനാണ്. ഇമ്പോർട്ടഡ് റയോണിൽ വരുന്ന മാക്സി കാണിച്ചു തരാനാണ്. അതുകൂടാതെ തന്നെ അതിൽ ദുബായ് ക്ലോത്ത് മിക്സ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. ഡബിൾ എക്സൽ സൈസിൽ കുറച്ച് വീതിയുള്ള ടൈപ്പ് ദുബായ് ക്ലോത്ത് മിക്സ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. വിത്ത് ഷോൾ അല്ല കേട്ടോ, ഷോൾ ഇല്ലാത്തതാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഡബിൾ എക്സൽ അത്യാവശ്യം വീതിയുള്ള ഇതിനു മുമ്പേ നമ്മൾ കാണിച്ചിരുന്നു. അന്ന് കുറച്ച് റീസ്റ്റോക്ക് ഇറക്കിയപ്പോൾ കുറച്ച് കൂടുതൽ ഇറക്കി. അപ്പോൾ നമുക്ക് കൂടുതൽ ചറപറാന്ന് പറയുന്നതിന് മിക്സികൾ കാണാം. പക്ഷെ പ്രത്യേകിച്ച് ഒന്ന് പറയട്ടെ, ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിൽക്കുക. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റോക്ക് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വരിക. ഈ വീഡിയോ അഥവാ ഇന്നത്തെ വീഡിയോ നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കാണുന്നതെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക, ഈ ഐറ്റം അവൈലബിൾ ആണോ ഇതിലുള്ളതെന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് മതി. അല്ലാതെ ഇന്നത്തെ ദിവസം വേറെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട് എന്ന് മറ്റ് മെസ്സേജ് ആക്കേണ്ട. ഇതിൻ്റെ കാര്യങ്ങൾ ഇന്ന് മെസ്സേജ് ആക്കുക കേട്ടോ. അപ്പം മനസ്സിലായല്ലോ, ഇമ്പോർട്ടഡ് റയോൺ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് റയോൺ ആണ് സംഭവം. അതുകൂടാതെ ദുബായ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ വേറെ സംഭവം ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്നുണ്ട്. റയോൺ അല്ലാതെ തന്നെ കോട്ടൺ അല്ല. ക്ലോത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് മാക്സികൾ കാണാം. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക. എൻ്റെ നമ്പറിൽ താഴെ കൊടുത്തിട്ട് നമ്പർ വേറെ ഒന്നുമില്ല, 808899771700 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. കറക്റ്റായിട്ട് ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ എന്നോട് ചോദിക്കരുത്. അങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ഇത്ര കളർ അത്ര കളർ അതൊന്നല്ല. ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വായോ, പേയ്മെൻറ്റ് ചെയ്യൂ നമ്പറിലേക്ക് അഡ്രസ്സ് തരൂ. ഇത്രയേ ഉള്ളൂ, ഈസിയാണ് കാര്യം. 5 to 7 days ആവും നമ്മുടെ ഐറ്റം കിട്ടാൻ. ഓക്കെ, കാണാം. അടിപൊളി മാക്സികളാണ്, സൂപ്പറാണ് സാധനം. ആദ്യം തന്നെ താത്ത കാണിച്ചു തരാൻ പോകുന്നതേ ഒന്ന് കൊതിപ്പിക്കാനാണ്. അതെന്താ സംഭവം അറിയോ? ഇതിന് ഒറ്റ പീസേ ഉള്ളൂ. കിട്ടിയാ കിട്ടി, പോയാ പോയി. സ്ക്രീൻഷോട്ട് എടുത്ത് ആദ്യം വരുന്നവർക്ക് സാധനം കിട്ടും, പിന്നെ കിട്ടില്ല. കാരണം ഒറ്റ പീസേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ് റീസ്റ്റോക്ക് കൊണ്ടുവരും. ഇങ്ങനത്തെ സെയിം പ്രിന്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇതേ ക്വാളിറ്റിയിൽ ഇതേപോലൊക്കെ ഉള്ളത് ഇഷ്ടംപോലെ കളക്ഷൻസ് ഇനിയും വരും. അപ്പോൾ വേണമെന്നുള്ളവർ 600 രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ട് ബുക്കിംഗ് എടുത്തോളൂ. അഥവാ നിങ്ങൾ വരുമ്പോൾ ഈ സാധനം തീർന്നിട്ട് നെക്സ്റ്റ് ഓർഡർ വരുമ്പോൾ ഫസ്റ്റ് നിങ്ങളായിരിക്കും പരിഗണിക്കുക. എന്തെന്നാണെങ്കിലും ഇങ്ങനെ വീഡിയോ എടുത്താലും ഫോട്ടോ ഫസ്റ്റ് ഇട്ടാലും നിങ്ങൾക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് കട്ട നേവിയാണ്. ബ്ലാക്ക് ആണോ എന്ന് വെച്ചാൽ ബ്ലാക്ക് അല്ല, നേവി തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ഐറ്റമാണ്. ഇതിന് മുമ്പ് നമ്മൾ കാണിച്ചു തരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ? ഇതൊന്നും പോകുന്ന പ്രിൻ്റല്ല, കാരണം കമ്പനി ക്ലോത്താണ്. ഇത് എക്സലാണ് വന്നിട്ടുള്ളത്. 60 ലെങ്ത്തും വരും, 24+24 48 ചെസ്റ്റും വരും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ക്യാമറ ബാക്കോട്ടാക്കട്ടെ. ഓക്കെ, നല്ല ഭംഗിയുള്ള മാക്സിയാണ് കേട്ടോ. 600 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ കുറേ പേര് ഇതെത്താത്ത ഷാൾ മാക്സിക്ക് ഇതിനൊക്കെ റേറ്റ് ഉണ്ട്. അതങ്ങനെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ക്ലോത്താണ് ഞാൻ പറഞ്ഞേ, ഒരു ദുബായ് ക്ലോത്തിലൊക്കെ വരുന്ന പോലത്തെ ഒരു ക്ലോത്താണ്. ഇട്ട് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റ് ഫീലാണ്. നല്ല ഗ്രാൻഡ് ലുക്ക് കിട്ടും. നമുക്ക് എവിടെ പോയാലും ഫംഗ്ഷന് വരെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മാക്സിയിലൊക്കെ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ നമുക്കുണ്ടാവില്ല, നമ്മളെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നമ്മൾ നിൽക്കാൻ പറ്റാത്ത ചില കുടുംബങ്ങളും അയൽവാസികളൊക്കെ ഉണ്ടാവും. അതായത് ചുരിദാറോ സാരിയോ പർദ്ദയൊക്കെ ഇട്ടിട്ട്, കാരണം അവിടെ ഇങ്ങനെ ഹെൽപ്പ് ആക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു ടൈമിൽ നമ്മൾ ഇനി വീട്ടിൽ തന്നെയായാലും ശരി, നമുക്ക് അങ്ങനത്തെ ടൈമിൽ ഇങ്ങനത്തെ മാക്സികളൊന്നൊക്കെ എടുത്തുവെച്ച് മാറ്റി വെച്ച് യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. കാരണം ഇത് കണ്ടാൽ തന്നെ അതിൻ്റെ റിച്ച് ലുക്ക് ഫീൽ ചെയ്യും. ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ചെറുപ്പക്കാർ കൂടെ വലിയവർക്കൊക്കെ ഇടാം. ഈ മാക്സിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഏജ് ലിമിറ്റ് ഇല്ലതിന്. 3/4 സ്ലീവാണ് കേട്ടോ. കണ്ടല്ലോ, കട്ട നീലയാണ്. ഒറ്റ പീസേ ഉള്ളൂ. കിട്ടിയേ കിട്ടി, പോയാൽ പോയി. പക്ഷേ ഇങ്ങനത്തെ എക്സൽ ഇങ്ങനത്തെ ക്ലോത്തിലൊക്കെ വേണമെന്നുള്ളവർ എന്താക്കിക്കോളൂ, പ്രീ ബുക്കിങ്ങിൽ ഇടാൻ പറ്റും. 7 to 10 days ആവും പ്രീ ബുക്കിംഗ് വരുമ്പോൾ ഡേയ്സ്. ഇത് 5 to 7 days കൊണ്ട് കിട്ടും. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. വേഗം ഓർഡർ തന്നോളൂ. 8088997700 പേയ്മെൻറ്റ് ചെയ്താൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങോട്ട് വായോ. ഇനി പിന്നീട് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ മാക്സികൾ കാണുമ്പോൾ എടുക്കാം, കണ്ടിട്ട് മതി എന്നുള്ളവർ വേറെ ഒന്നും ചെയ്യേണ്ട. ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്തോളൂ. കളക്ഷൻസ് വരും. അതുപോലെ വീഡിയോ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി വെച്ചോളൂ. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വേഗം നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഇനി ഗ്രൂപ്പിലുള്ളവർക്ക് ഈ ലിങ്ക് ഞാൻ നേരെ ഫസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഗ്രൂപ്പ് വഴി നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് ഒറ്റ പീസാണ് കേട്ടോ. അടുത്ത കാണാം. അപ്പോൾ ഇനി കാണിച്ചു തരുന്ന ഡബിൾ എക്സലാണ് കേട്ടോ. ഡബിൾ എക്സ് മണികളെ പറഞ്ഞ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ബാങ്ക് കൊടുത്തപ്പോൾ ജസ്റ്റ് നിർത്തിയത്. ഇത് നല്ലൊരു ഗ്രീനിലാണ് വരുന്നത് കേട്ടോ. ഇതിൽ ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള മാക്സിയാണ്. ഇതിൻ്റെ ചെസ്റ്റ് അളവ് വന്നിട്ട് 53 വേണ്ട, ഒരു 53 54 വരെ, ഒരു 52 എന്തായാലും ഉണ്ട്. 53 54 വരെ ഉണ്ട്. ഹിപ്പിൻ്റെ അവിടെ അതിന് വേണ്ടിയിട്ട് അതിനേക്കാൾ കൂടുതലുണ്ട്. ഒരു 56 57 ഹിപ്പിൻ്റെ അവിടെ താഴെ ഭാഗത്തേക്ക് ഈ നെയ്റ്റ് കിട്ടുന്നുണ്ട്. സ്ലീവ് വന്നിട്ട് 15 ആയിട്ടാണ് വരുന്നത്. ഡബിൾ എക്സൽ സൈസ് 60 ലെങ്ത്തിൽ വരുന്ന റയർ ആയിട്ടാണ് ഈ ഒരു തുണിയിൽ ഇത്രയും വീതിയിലും ലെങ്ത്തിലും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കളർ വന്നിട്ട് നല്ല ഫ്ലവർ, നല്ല രസമുണ്ട് കാണാൻ. ലീഫും ഫ്ലവറും എല്ലാം കൂടിയായിട്ട്
വന്നിരിക്കുന്നത്. കുറച്ച് ഗ്ലേസിങ്ങൾ, നല്ല സോഫ്റ്റ് ക്ലോത്താണ്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല, കാരണം അത്രയും നല്ല ക്ലോത്താണ് ഇത് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് 1 2 3 4 അവൈലബിൾ. അപ്പോൾ ഈ 4 അവൈലബിൾ ആണ്. 5 മൊത്തം ഉള്ളത്. ഇതിന് ഓർഡർ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക, പേയ്മെൻറ്റ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ തുണിയിൽ ഇത്രയും വീതിയിൽ വേണം എന്നുള്ളൊരു പ്രീ ബുക്കിങ്ങിൽ നിന്നുള്ള പേയ്മെൻറ്റ് തന്നിട്ട് കേട്ടോ. നമ്മൾ അന്ന് കാണിച്ച ഐറ്റം ഇത് കണ്ടിട്ടായിരുന്നു കുറേ പേര് പേയ്മെൻറ്റ് അപ്പം തന്നെ തന്നിട്ട് ഇപ്പോൾ സ്റ്റോക്ക് വന്നപ്പോൾ എടുത്തത്. ഈ ഐറ്റം ഒറ്റ പീസ് തന്നെയുള്ളൂ കേട്ടോ. നല്ലൊരു കടും മുന്തിരി കളറാണ് ഇത് വരുന്നത്. ഇത് വന്നിട്ട് കടും മുന്തിരി കളറും ബ്രൗണും ഇതന്നെ ഈ ഇതിൽ കാണുന്ന ഐറ്റം തന്നെ നല്ല ക്ലോത്താണ്. സെയിം അളവിൽ വരുന്നൊരു ഐറ്റമാണ് കേട്ടോ. എന്താ പറയുക, അത്രയും ഭംഗിയുണ്ട്. ഞാൻ അന്ന് പറഞ്ഞതിന് വീണ്ടും പറയണം, ഇതൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ സൈസ് ചെറിയ ആളുകൾക്ക് ഇത് ഷേപ്പാക്കി ഒരു എയർലൈൻ ഗൗണാക്കി ഈ ഫംഗ്ഷന് വരെ യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുക തന്നെയല്ല, അത്രയും നല്ല ഭംഗിയൊരു സാധനമാണ്. ഇതൊരൊറ്റ പീസ് ബാലൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ പറയേണ്ട അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഡബിൾ എക്സൽ വരുന്നതാണ്. സാധാ ഡബിൾ എക്സലിൻ്റെ സൈസ് അല്ല, ഇങ്ങനത്തെ കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നുണ്ട്. 53 54 അടുത്ത് ഇത് വരുന്നുണ്ട്. താഴെ ഹിപ്പിലേക്കും അതിനേക്കാൾ കൂടുതൽ വന്നിട്ട് നല്ല ഹിപ്പൊക്കെ ഉള്ളവർക്കൊക്കെ, അതായത് ഇവിടെ വയറിൻ്റെ അവിടെയും ബാക്ക് ഭാഗത്തൊക്കെ തടി മണ്ണൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് അത്രയും സ്മൂത്തായിട്ട് യൂസ് ചെയ്യാം. നല്ല കുഴഞ്ഞ നിൽക്കും. 60 ലെങ്ത്താണ്. സ്ലീവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് മോഡലാണ്. ഇത് ഒറ്റ പീസുകളും, മറ്റേത് 5 ആദ്യം കാണിച്ച എക്സിൽ 1 ഇതേ ക്ലോത്തിൽ അടുത്ത സ്റ്റോക്ക്, അടുത്ത കളറ്. ഇത് വന്നിട്ടും 1 ഇതാണ് അന്ന് ഓർഡർ ചെയ്തോ. ഇത് ഏതോ ആൾ ചിലപ്പോൾ ഇതിന് പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. ആളിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. നമ്മൾ ഓർഡർ തന്ന പൈസ അപ്പം തന്നെ നമ്മൾ വേറെ ഇതിലേക്ക് മാറ്റും. അതായത് ബിസിനസ് വാട്സപ്പ് അക്കൗണ്ടിൽ അങ്ങനെ ഒരു ലേബൽ ചാറ്റ് എന്ന സംഭവത്തിലേക്ക് മാറ്റും. പക്ഷെ അങ്ങനെ ചില ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്ന് മൈൻഡിൽ മാറ്റാൻ വിട്ടുപോകും. അങ്ങനെ ആരോ ഒരാൾ ഇത് പ്രീ ബുക്കിങ്ങിന് പേയ്മെൻറ്റ് തന്നവരുണ്ട്. പക്ഷെ കുറേ ഇതോടൊപ്പം ഞാൻ പറഞ്ഞ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഓർഡർ തന്നവർ ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണെങ്കിൽ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾ ചോദിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിൻ്റെ ട്രാക്കിംഗ് നമ്പറും കാര്യങ്ങളും, അഥവാ ഇത് സ്റ്റോക്ക് ഔട്ട് ആയാലും അല്ലെങ്കിൽ പേയ്മെൻറ്റ് തന്നവർ ആരാ അഡ്രസ്സ് മനസ്സിലാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക ഗ്രൂപ്പിലിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പാക്കിംഗ് കവറിൻ്റെ ഫോട്ടോ കിട്ടുന്നവരെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ മസ്റ്റായിട്ട് നിൽക്കണം കേട്ടോ. അത്രയും ചെയ്യണം. ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. കുറച്ചും കൂടി കഴിഞ്ഞതൊക്കെ ശരിയാവും. ഇതൊരു എന്താ വെച്ചാൽ കുറച്ച് ഒറ്റക്കൊക്കെ ചെയ്യുന്നത് കാരണം കുറച്ച് സീനാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പേഴ്സണലായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് വരില്ല. ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആക്കുന്നതാണ്. ഓർഡർ തന്നവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ ഇതേപോലെ വീഡിയോ കണ്ടെടുത്തവരാണ്, പൈസ തന്നിട്ട് അഡ്രസ്സ് തന്നവരാണ്, ജസ്റ്റ് ഗ്രൂപ്പിൽ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക. അവരെന്നോട് പേയ്മെൻറ്റ് ഇട്ട ഉടനെ തരുത്താത്ത ഞാൻ ഗ്രൂപ്പിലില്ല, ഒന്ന് ലിങ്ക് തന്നു പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഇട്ട് തരും. നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ നിൽക്കുന്നാലും അവിടെയാണ് ട്രാക്കിംഗ് നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അപ്പോൾ പറഞ്ഞു വന്ന് അങ്ങനെ ഏതോ ഒരാളെ ഗ്രൂപ്പിൽ കുറേ ദിവസം ഞാൻ അത് ചോദിക്കുന്നത്, കിട്ടാത്തവരൊക്കെ മെസ്സേജ് തന്നു. ആരോ ഒരാൾ ഇതുവരെ മിണ്ടിയിട്ടില്ല. ആരോ ഒരാൾ സാധനമാണിത് പേയ്മെൻറ്റ് തന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ഇത് കണ്ടിട്ട് അവർ വരികയാണ്, അവർക്ക് ആദ്യം ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ ഈ സാധനം ഉണ്ടാവും, പ്രീ ബുക്കിംഗ് ഇടാൻ പറ്റും. ഇനി സെയിം പ്രിന്റ് കിട്ടുമറില്ല, സെയിം ക്ലോത്ത് സെയിം കളറൊക്കെ കിട്ടും. 600 രൂപ ഇട്ട് നിന്നാൽ മതി. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. DTDC കൊറിയർ മാത്രമേ ഉള്ളൂ, പോസ്റ്റ് ഓഫീസ് ഇല്ല. നല്ലൊരു അടിപൊളി കളറാണ്, നല്ലൊരു ക്ലോത്താണ്. വീതി നീളൊന്നും കൂടുതൽ പറയണ്ടല്ലോ. ഇത് പ്രീ ബുക്കിങ്ങിൽ എടുത്താണ്. അന്ന് ഫണ്ട് ഇട്ടവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏതോ ഒരാൾക്കാണ് കിട്ടാറുള്ളൂ. അപ്പം ഇനി എടുത്ത കാണാം. ആ സാധനം ഞാൻ ഓർഡർ എടുത്തപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫ്ലവർ എനിക്കൊരു 3 കിട്ടി. സെയിം കളർ സെയിം സാധനം. അതിൽ കുറച്ച് വലിയ ചക്കപ്പൂവാണെങ്കിൽ ഇതിൽ കുറച്ച് കുഞ്ഞി പ്രിന്റ്. ഇതിനൊരാളും ഓർഡർ തന്നിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ ഇന്നലെ ആ ഫ്ലവർ ഏതൊക്കെ ആൾക്കാർക്ക് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പാർസൽ ഓപ്പൺ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഇത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇത് വെച്ച് കൊടുത്തു. അവർക്ക് ഈ ഒരു തുണി ഈ വണ്ണത്ത് കിട്ടിയാൽ മതി താത്താന്നാണ് പറഞ്ഞത് നിന്നോട്. 600 രൂപ ഷിപ്പിംഗ് ചാർജ് ഇറക്കണം. 600 രൂപ. കുറേ പേര് എന്നോട് ഷിപ്പിംഗ് കുറക്കാൻ പറ്റിയിരിക്കുന്നത്. നിങ്ങളൊരു മാക്സി നിങ്ങളൊന്ന് പോസ്റ്റ് DTDC പോയിട്ട് അയച്ചു നോക്കി. 60 70 80 രൂപ, ചില സ്ഥലത്ത് 100 രൂപ വരെ വാങ്ങുന്നുണ്ട്. ഇനി പോസ്റ്റ് ഓഫീസിലൊക്കെ പോകുന്ന ചിലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ 50 രൂപയെ കുറേ ചാർജ് എടുക്കുന്നുള്ളൂ. നമ്മൾ വലിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫ്രീ ഷിപ്പിങ്ങും 50 രൂപയ്ക്ക് കുറേ ചാർജ് എടുക്കുന്ന പോലെ മാക്സി ഞാൻ 50 രൂപ എടുക്കുന്നുള്ളൂ. നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അതിൻ്റെ കുഞ്ഞ് പോയി. ഇത് എനിക്കിവിടെ 3 പീസ് ഉണ്ട് കേട്ടോ. 1 2 3 പീസ് ഉണ്ട്. നല്ല അടിപൊളി മാക്സി ആണെങ്കിൽ ഞാൻ നേരത്തെ പറയാം, ഇതൊക്കെ ഇങ്ങനെ ടോപ്പാക്കി ഗൗണാക്കി ചെയ്യാം. അത്രയും നല്ല ഭംഗിയുണ്ട്. നല്ല മാക്സികളാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഞാൻ എടുക്കുന്നത് കൊണ്ട് പറയില്ല, പക്ഷെ നല്ല കളക്ഷൻസും നല്ല കളേഴ്സും നോക്കി ഞാൻ എടുക്കുന്നുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് എടുക്കുന്നത്. അപ്പം ഓക്കെ, ബാർഗെയിൻ ചെയ്യാൻ കുറേ ആൾക്കാർ വരുന്നുണ്ട്.
സത്യമായിട്ട് ഞാൻ മൈൻഡാക്കാൻ നിൽക്കണം. കാരണം അതിൽ ആവശ്യമില്ല, ഇത് എടുക്കുന്നവർക്ക് അറിയാം ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും സംഭവം റേറ്റൊക്കെ മനസ്സിലാവുന്നവരാണ് എടുത്തുകൊടുക്കുന്നത്. അപ്പം ഇനി എടുത്ത് കാണാം സാധനം. അതായത് നമ്മൾ ചക്കപ്പൂ കാണിച്ചില്ലേ, ആ ചക്കപ്പൂവിൽ നമ്മൾ ആദ്യം കാണിച്ച ലീഫിൻ്റെ കളർ ആ പച്ച കളറിൽ വന്നതാണ് കേട്ടോ. ഇത് ഒറ്റ പീസേ ഉള്ളൂ. ഇതൊക്കെ ബുക്കിങ്ങിൽ വന്ന ഒരു ഐറ്റം ആയിരുന്നു. പേയ്മെൻറ്റ് തന്നത് കൊണ്ട് പ്രീ ബുക്കിങ്ങിൽ എടുത്തപ്പോൾ ഐറ്റംസ് കൂടുതൽ കിട്ടിയില്ല. അപ്പോൾ എനിക്കിത് രണ്ട് സെറ്റ് എടുക്കണം. അങ്ങനെ ആ മുന്തിരി കളറിൻ്റെ ഇപ്പോൾ ബാക്കി വന്നതാണ് കേട്ടോ. അത് ഇതും ആളെ കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ ഒരാൾക്ക് ഇതിനൊരു ഭാഗ്യമുണ്ട് മറ്റേ റീഫണ്ട് ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ എടുത്ത സ്റ്റോക്ക് വരും ഒന്നും കൂടി ഞാൻ അവരെ നല്ല രീതിയിൽ സേവ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കേണ്ടി വരും. പ്രീ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഫസ്റ്റ് ഇങ്ങനത്തെ സാധനം എടുക്കുമ്പോൾ ഫോട്ടോ നിങ്ങൾക്കായിരിക്കും കിട്ടുക കേട്ടോ. പക്ഷേ 7 to 10 days പ്രീ ബുക്കിങ്ങിന് നിങ്ങൾ ടൈം തരണം. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അത്രയും ഭംഗി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ക്വാളിറ്റി. അത് ഇത്രയും വീതിയിൽ ഹിപ്പിൻ്റെ അവിടെയൊക്കെ ഇത്രയും വീതിയിലൊക്കെ ഈ ഒരു ക്ലോത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. ഓക്കെ, അപ്പോൾ 550 രൂപ പ്ലസ് ഷിപ്പിംഗ് 50 രൂപ, അങ്ങനെ 600 രൂപ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഡിസൈനിൽ ഒരു ഇതേപോലെ തന്നെ മുന്തിരി കളർ കാണിച്ചു അല്ലേ. അപ്പോൾ ഇത് വന്നിട്ടുള്ള എല്ലാ കളേഴ്സും മുന്തിരിയും ഒരു ഗ്രീനാണ്. എന്ത് ഗ്രീനാണ്? ഒരു വെറൈറ്റി ഗ്രീനാണ്. നീലപ്പച്ചേനെ അല്ല, നമ്മളൊരു പീക്കോ കളറിൻ്റെ ഡാർക്ക് ഗ്രീനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ കളർ ഷെയ്ഡും അങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ബ്രൗൺ മിക്സ് ആയിക്കൊണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് സെയിം അളവ് തന്നെയാണ്, സെയിം ലീഫ് പ്രിൻ്റൊന്നും നോക്കാൻ നിൽക്കണ്ട. ഇങ്ങനത്തെ ക്ലോത്തിൽ വേണമെന്നുള്ളവർ അങ്ങോട്ട് പൈസ ഇട്ടിട്ട് അങ്ങോട്ട് അഡ്രസ്സ് തന്നോളി. നല്ല സാധനം തന്നെ, നല്ല കളേഴ്സും കാര്യങ്ങളും തന്നെ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. ഇൻഷാ അല്ലാ. നല്ല ഭംഗിയല്ലേ? അപ്പം ഇത് വന്നിട്ട് ഒറ്റൊന്നും കൂടി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, സെയിൽ ചെയ്യുന്നവർക്ക് വരെ വാങ്ങി വിൽക്കാൻ പറ്റും എൻ്റെ അടുത്ത്. കാരണം ഇതൊക്കെ പോയി എടുക്കാൻ പോകുന്ന ഒരു ചിലവും കാര്യങ്ങളും സെറ്റ് എടുക്കലൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ എടുക്കുന്നവർക്ക് മനസ്സിലാവും. 6 പീസൊക്കെ എടുക്കുന്നവർക്ക് ഒരു 30 രൂപ ലെസ് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതലാവില്ല, അതന്നെ ഞാൻ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ. അടുത്ത കാശം കാണാം. ഇതും റീസ്റ്റോക്ക് ഞാൻ എടുത്താണ് കേട്ടോ. റീസ്റ്റോക്ക് എടുത്തു, 3ാമത്തെ വട്ടം റീസ്റ്റോക്ക് എന്ന് പറയേണ്ടി വരും. വന്നിട്ട് ബ്ലാക്കും നേവി ബ്ലൂവിലും അവൈലബിൾ ആണ്. ജസ്റ്റ് കാണിച്ചതിന് മുമ്പ് കാണിച്ചത് നെറ്റ് കേട്ടോ. റീ ഓർഡർ കിട്ടി, വീണ്ടും റീ ഓർഡർ കിട്ടി, അങ്ങനെ നിൽക്കുന്ന സാധനമാണ്. 550 രൂപ per ഷിപ്പിംഗ്, 600 രൂപേൻ്റെ മാക്സിമാണ്. പക്ഷെ എന്താ പറയുക, കിഡ് ലുക്ക് കേട്ടോ. ഇത് നേവി ബ്ലൂ ആണേ. കിഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ കിഡ് ലുക്ക്. ഇത് തുണിയൊക്കെ നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റെഗുലർ കസ്റ്റമർ ആയിരിക്കും, ഉറപ്പായിട്ട് റെഗുലർ കസ്റ്റമർ ആയിരിക്കും. ഇത് വന്നിട്ട് അളവ് വന്നിട്ടുള്ളത് ഫ്രീ സൈസിലാണ്. ഫ്രീ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56 ലെങ്ത്ത്, മനസ്സിലായില്ലേ? 44 ചെസ്റ്റ്, അതായത് 22 + 22, 44 ചെസ്റ്റും 56 സൈസ് മാക്സി, 56 ലെങ്ത്തും ഉണ്ടാവും കേട്ടോ. അടിപൊളി മാക്സി ഇതില്ലേ. ഇതൊരു ഭംഗിയുണ്ടത് കാണുന്നറിയാം. എന്ത് നല്ല ക്ലോത്ത് അതൊക്കെയെന്ന് അറിയോ. അതൊക്കെ ഈ റേറ്റിന് ഞാനേ തരുള്ളൂ, കാരണം അത്രയും നല്ല മാക്സിയാണ്. ഇനി ഇതിൻ്റെ ബ്ലാക്കും കൂടി ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇത് വന്നിട്ട് 4 പീസ് ബ്ലാക്കും 4 പീസ് നേവി ബ്ലൂ ആണ് കേട്ടുള്ളത്. ഇത് ബ്ലാക്ക്. ഞാനിപ്പോൾ റീസ്റ്റോക്ക് എടുത്തതാണ്. അതിൽ വേണ്ടവർക്കെല്ലാം അയച്ചു കൊടുത്ത ബാക്കിയാണ് 10 സെറ്റ് അങ്ങോട്ട് എടുത്തതാണ് ഞാൻ. അപ്പോൾ ഇതിൽ ബാലൻസുള്ള എണ്ണാണ് ഞാനിപ്പോൾ എണ്ണിയത്. എല്ലാവരും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് 4 സെറ്റ് ഉണ്ട്. 4 സെറ്റ് എന്ന് പറഞ്ഞാൽ 8 എണ്ണം, ഒരു ബ്ലാക്ക് ഒരു ബ്ലൂ. എനിക്കിത് സെറ്റാണിത് വരിക, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. കൂടുതൽ കാണിച്ചേണ്ട കാര്യമല്ലോ, അടുത്ത കളക്ഷൻ കാണാം. ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. നെക്കൊക്കെ കണ്ടില്ലെങ്കിൽ നല്ല മാക്സി, അടിപൊളി. ഇനി അടുത്ത് കാണാം. ഇനി വന്നിട്ട് ഇങ്ങനൊരു ഐറ്റം ഉണ്ട്. ഇങ്ങനെ ഐറ്റത്തിന് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് 60 ലെങ്ത്ത് വേണ്ടി വരും. പക്ഷെ 60 ലെങ്ത്തിൻ്റെ കൂടി നമുക്ക് വരുന്ന ചെസ്റ്റ് വരുന്ന 48 അല്ലേ. പക്ഷെ അത്രയും ചെസ്റ്റ് വേണ്ട, അവർക്കൊരു 44 ചെസ്റ്റ് മതിയാവും. അപ്പോൾ 44 ചെസ്റ്റൊക്കെ മതി, നീളം വേണ്ടി വരും. അങ്ങനത്തെ ആളുകൾക്ക് വന്ന മാക്സിയാണ്. ഇതിൻ്റെ റേറ്റ് 550 തന്നെയാണ്. പ്ലസ് ഷിപ്പിംഗ് 600 രൂപ. കണ്ടല്ലോ, നല്ല മെറൂണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. കൊണ്ട് മെറൂണും ഉണ്ട് കേട്ടോ. നല്ല കുഴഞ്ഞ ക്ലോത്താണ്. സംഗതി മനസ്സിലായല്ലോ. 60 ലെങ്ത്ത് ഉണ്ടാവും, വിടുത്ത് വന്നിട്ട് 44 ഉണ്ടാവും. ഒരുപാട് തടി വേണ്ട, നീളം വേണ്ടവർക്കുള്ളതാണ്. ഇതിൻ്റെ ബ്ലാക്കും അവൈലബിൾ ആണ്. ബ്ലാക്ക് കാണാൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഒക്കെ കാണേണ്ടി വരും. വാങ്ങിയിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഇതെങ്കിലും കൊള്ളൂല, എനിക്കറിയാം കൊള്ളൂല. എന്നാലും അതൊന്ന് ഓപ്പണാക്കി കാണിച്ചു നിങ്ങൾ മനസ്സിലുണ്ടാവും. അതൊന്ന് കാണിച്ചു തരുമോ? അത് കാണിച്ചു തരുമോ? നമ്മൾ പെണ്ണുങ്ങളല്ലേ ആൾക്കാർ അല്ലേ, നമുക്ക് പറ്റൂല. അല്ലെങ്കിൽ നമ്മളതിന് പൈസ ഉണ്ടാവില്ല. പൈസ ഇല്ലാത്ത കുറ്റം പറയില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മളിട്ട് വാങ്ങൂല ഈ വിലൻ്റെ ഒന്നും. അങ്ങനെയൊക്കെ ചിന്തിക്കും. എന്നാലും നമുക്കതൊക്കെ കാണുന്നുണ്ടാവും അല്ലേ. കൺട്രോളിന്നോ കാണുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ട. അതിൻ്റെ ബ്ലാക്കാണ്,
അടിപൊളി സാധനമാണ് ഗൈസ്. എന്ത് ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനെന്നറിയോ. ഇനി ഇറക്കം 60 വേണ്ടാത്തവർക്ക് ജസ്റ്റ് ഒന്ന് വെട്ടിയടിച്ച് വെച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം അങ്ങനെ വെട്ടിയടിച്ചാൽ തൂങ്ങി കിടക്കുന്ന തുണിയൊന്നുമല്ല. അത്രയും കുഴഞ്ഞ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് റയോണിൽ വരുന്ന ഐറ്റാണ്. കമ്പനി മാക്സിയാണ്, അങ്ങനെ ചുരുങ്ങുന്ന മാക്സി ഒന്നും അല്ലട്ടത്. ഇനി കൂടുതൽ സംശയം ചോദിച്ച് വരേണ്ട, കാരണം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഇതിന്റെ ഫോട്ടോ ആദ്യം നമ്മൾ ഗ്രൂപ്പിലിട്ടാണ്. ഇതൊക്കെ എത്രയോ തവണ ഗ്രൂപ്പിലിട്ട ഐറ്റംസ് ആണ്. റീസ്റ്റോക്ക് വരുമ്പോൾ വീണ്ടും പൊട്ടിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നതാണ്. കണ്ടല്ലോ. അപ്പോൾ ഇത് 2 പീസുകളോട്ടോ, ഒരു മെറൂണും ഒരു ബ്ലാക്കും. ഇത് വന്നിട്ട് സെയിം മാക്സി 56 ലെങ്ത്തിലുള്ള കേട്ടോ. ചെസ്റ്റ് അളവ് സെയിം തന്നെ. അപ്പോൾ ഇത് ഓപ്പൺ ആക്കേണ്ട കാര്യമില്ലല്ലോ. സെയിം മെഷർ തന്നെയാണ്. അല്ല, സെയിം ചെസ്റ്റ് വീതിയൊക്കെ സെയിം ആണ്. സെയിം സാധനമാണ്, മെറൂൺ ആണ്. പക്ഷെ ഇതിന്റെ ലെങ്ത്ത് വന്നിട്ട് 60 ഉണ്ടാവില്ല. 56 സൈസിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. വന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലോത്ത്, അത്രയും നല്ല ക്ലോത്ത്. ഇതിന്റെ കളർ അങ്ങോട്ടേക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല, അത്രയും നല്ല റോസ് കളറാണ്. നല്ല ക്ലോത്താണ്. ഇതിന്റെ ബ്ലൂവും കൂടി വന്നിട്ടുണ്ട്. വന്നിട്ടും ഫ്രീ സൈസിലാണ് വന്നത്. ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിച്ചോളി. 56 ലെങ്ത്തും 44 ചെസ്റ്റും ആണ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളി ക്ലോത്താണ്. ഇതിന്റെ ഡിസൈൻ ആയിട്ട് നിങ്ങൾ നിൽക്കണ്ടോ. നിങ്ങൾ കുറച്ച് സ്റ്റോക്ക് കണ്ടപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, കാരണം ഓർഡർ അത്യാവശ്യം ഇതിന് കിട്ടി. അപ്പോൾ പിന്നെ ബാക്കി അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് എടുത്തു. ബാക്കിയുള്ളവർക്കൊക്കെ പാർസൽ, ഇതൊക്കെ ഓർഡർ ആക്കിയവർക്ക് പാർസൽ ചെയ്തതിന് ശേഷമുള്ള ഇതൊന്നും പെൻഡിങ് ആയിട്ടൊന്നുമില്ല. ആർക്കും അയക്കാൻ കറക്റ്റായി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെയിം കോംബോ ബ്ലൂ വരുന്നുണ്ട് കേട്ടോ. എവിടെ ബ്ലൂ 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 ഇതാ കിടക്കുന്നത്. ബ്ലൂവും കൂടി ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതിലിട്ട ബനിയൻ ക്ലോത്ത് മാക്സി കുറേ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചോദിച്ചവർ തന്നെ തിരിച്ചും മറിച്ചും ചോദിക്കുന്നത്. അതിൻ്റെ പേക്കിംഗ് കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയേ. ഇത് അതിൻ്റെ ബ്ലൂ ആണ് വരുന്നത്. ഇതിൻ്റെ അത് കുറച്ച് ഗ്രീൻ ഷെയ്ഡിലാണ് ഇവിടെ കൊട്ടി. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, സിമ്പിൾ ഹമ്പിൾ എന്ന് പറയേണ്ടത്. ഇത് ഇട്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഒരു 850-900 രൂപയ്ക്ക് ഷോപ്പിൽ റേറ്റ് എന്തെന്നാണെങ്കിലും ഇതിന് കൊടുക്കേണ്ടി വരും. കാരണം അമ്മാതിരി ക്ലോത്താണ് ഇതിൻ്റെ മാക്സി വരുന്നത്. ചില ആളുകൾക്ക് എപ്പോൾ നോക്കിയാലും വണ്ടിക്കാർ 200 കൊണ്ടിരുന്നതും ഈ തമിഴന്മാർ 210 കൊണ്ടിരുന്നതും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. റിപ്ലൈ കൊടുക്കണ്ടെന്ന് എന്നോട് എത്രയോ ഫ്രണ്ട്സ് എന്നോട് തന്നെ പറഞ്ഞു. നിൽക്കാത്തങ്ങൾ അതിനൊന്നും അങ്ങനെ മൈൻഡാക്കണ്ട. പക്ഷെ പറയാതെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ അതുമ്പോൾ തന്നെ നിൽക്കല്ലേ. ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ 1500 വരെ മാക്സികൾ ഉണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇതിനൊക്കെ ഒരു 800-900 രൂപയ്ക്ക് റേഞ്ചിൽ കൊടുക്കേണ്ടി വരുന്ന ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഞാൻ അമ്മാതിരി റേറ്റ് ഒന്നും കൂട്ടുന്നില്ല. എല്ലാത്തിനും മിതമായ റേറ്റേ കൂട്ടുന്നു. നല്ലൊരു കളറാണ്. സ്കൈ ബ്ലൂ എന്നൊക്കെ പറയേണ്ടത് അത്രയും ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത്. ഇതും പിങ്കും സെറ്റാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് കുറേ പേര് വന്നിട്ട് താത്ത എവിടുന്ന മാക്സി ഇറക്കുന്ന ഒന്ന് സ്ഥലം പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തെത്തപ്പം ഞാൻ അവരോടൊക്കെ പറയും. എനിക്ക് അറിഞ്ഞൂടെ എന്താ അവരോട് പറയേണ്ടത്. അവർ ഹോൾസെയിൽ പറ്റ റേറ്റ് കുറച്ച് തരുന്ന അവരുടെ വിചാരം. 550 ഞാൻ ഇടുന്ന മാക്സിക്ക് 400-നൊക്കെ കിട്ടുന്നതാണ്. എനിക്ക് തന്നെ 400 കിട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സെറ്റ് എടുക്കണം. നമുക്ക് ഒന്ന് അതിന് തരും, ഒന്ന് ഇതിന് തരുമോ, ഒന്നും കിട്ടൂല. നിങ്ങൾക്ക് ഇതിന്ന് വേണ്ടതൊക്കെ സൈസും കാര്യങ്ങളും സെലക്ട് ചെയ്ത് ഹോൾസെയിൽ കിട്ടും. അതാണ് സെമി ഹോൾസെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു മാർജിൻ എനിക്കും വേണ്ടി വരും. അത്രയേ ഉള്ളൂ. എന്നാലും നമ്മളൊരു 10 മാക്സിക്ക് എടുക്കുന്നവർക്ക് 530-നൊക്കെ കൊടുക്കേണ്ടി, 25-നൊക്കെ എടുക്കുന്നവർക്ക് 520-നും കൊടുക്കണം. അതിൽ താഴേക്ക് കുറക്കാൻ പറ്റില്ല. 2, 3, 4, 5, 6, 7, 8, 9, 10 5 റോസും 5 ബ്ലൂ ഉണ്ട് ഉറപ്പിച്ച്. ഇത് തെറ്റൂല. നിങ്ങൾ എന്നാ പോട്ടെ ബാക്ക് എടുക്കണ്ട. ഇത് ഉറപ്പിച്ച് 5 റോസും 5 ബ്ലൂ ഉണ്ട്. ഇത് നിങ്ങൾക്കുള്ള. ഇതാരും ഓർഡറാക്കിയവർക്കൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം ഇനി അടുത്ത് കാണാം. എൻ്റെ പൊന്നുമക്കളെ, കിടിലം എന്ന് പറഞ്ഞാൽ കിടില, ഓസം എന്ന് പറഞ്ഞാൽ ഓസം. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ചില ആൾക്കാർ ഇതിൽ വീട്ടിലിടാനല്ലേ താത്താന്ന്. വീട്ടിലിടാനാണെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ അധികം പുറത്ത് പോകാത്ത ആളുകളാന്ന് വെച്ചോ. വീട്ടിലിടാനാണെങ്കിൽ നല്ലൊരു 500-600 രൂപേൻ്റെ ഒരു മാക്സി ഇട്ട് വെച്ചിട്ട് എന്താ കുഴപ്പം. നമ്മൾ വീട്ടിലിടാന്ന് വെച്ചിട്ട് നമ്മളെ ലൈഫ് തന്നെയല്ലേ തീരെ. നമ്മൾ നല്ല വസ്ത്രം ഇടണം. വീട്ടിലാണെങ്കിലും നല്ല രീതിയിൽ നടക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇങ്ങനത്തെ മാക്സി ഇട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു റേറ്റിനൊക്കെ മാക്സി ഇടുമ്പോൾ. കാരണം വെച്ചാൽ അത്രയും നല്ലൊരു, ആര് വന്നാലും നമുക്കൊരു മോശം തോന്നില്ല അവരെ മുമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എത്ര പൈസ നമ്മൾ വെറുതെ കളയുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേ വില കൂടിയ ഡ്രസ്സുകളിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇടും കേട്ടോ. എന്നിട്ട് തലമുറ കൊണ്ടക്കും. വീട്ടിലിടുന്ന മാക്സിയോ വണ്ടിക്കാരത്തുനിന്ന് മറ്റൊക്കെ 200-220 ഒക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് ഇടുകയും ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ഞാൻ പറയും ഫംഗ്ഷന് വലിയ വില കൂടി മാക്സികൾ വലിയ ഡ്രസ്സുകൾ വാങ്ങുന്നത് വെറുതെ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ എല്ലാവരും മുമ്പിലേക്ക് ഇറങ്ങാൻ പറ്റും മാത്രം ഇടുക. കാരണം പിന്നീട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുള്ളൂ. 1, 2, 3 ഒരു ഫംഗ്ഷന് 2, 3 ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നത് ഈ ഒരു കുടുംബം തന്നെ അടുത്ത കല്യാണത്തിലുണ്ടെങ്കിൽ പിന്നെ അത് വേണ്ട. അല്ലോ ഓള് കണ്ടിക്കണത് അന്നാ കല്യാണത്തിന് ഓൾ ഉണ്ടായിരുന്നു, സുബൈദ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ കല്യാണത്തിന് സുബൈദാനെ വിളിച്ചിരിക്കുന്നത് ഞാൻ ഇതിടൂലേ എന്നാണ് എല്ലാവരും പറയുക. എന്തിന് നിങ്ങൾ വീട്ടിലെടുത്ത ഡ്രസ്സ് സ്ഥിരം നിങ്ങൾക്ക് തന്നെ ഒരു കണ്ണാടി നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും.
അപ്പോൾ വീട്ടിലിടുന്ന സാധനം നല്ല വൃത്തിക്ക് നല്ലത് നോക്കിയിടുക. മിതമായ റേറ്റ് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഒരു 500 600 എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റേറ്റ് ആയിട്ട് നിങ്ങൾ കൂട്ടണ്ട. നിങ്ങൾ 2 3 4 മറിച്ചിടുന്ന നേരം ഇങ്ങനത്തെ 1 2 ഒക്കെ എടുത്താൽ മതി. കാരണം അത്രയും ഗ്രാൻഡ് ലുക്കിലുള്ള ഐറ്റംസ് ആണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത്. നല്ല ക്ലോത്താണ്. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് ഒരു ഇത് കിട്ടും, ഒരാളെ മുമ്പിലേക്ക് പോകാനും പിടിക്കാനൊക്കെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 600 രൂപ. ഷിപ്പിംഗ് ചാർജ് അടക്കമുള്ള റേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇത് എക്സൽ സൈസാണ് വരുന്നത്. അതായത് 60 ലെങ്ത്ത് 48 ചെസ്റ്റ്, അതായത് 48 ഇവിടെ വീതി വരും, ഇറക്കം വന്നിട്ട് 60 ലെങ്ത്ത് വരും. ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് വന്നിട്ട് 4 പീസ് അവൈലബിൾ ആണ്. 1 2 3 4. ഇതിൽ നേവിയും ബ്ലാക്കും ഉണ്ടോ നോക്കട്ടെ. ഇവർക്ക് ഇങ്ങനെ ഒരു പണിയുണ്ട്. ഒരു ബ്ലാക്കിൻ്റെ കൂടെ നേവി ഇല്ല, ഒക്കെ ഒന്ന് തന്നെ സാധനം. ഇതിന് വന്ന് ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കടും റോസാണ് കേട്ടോ. ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയതിൻ്റെ ഒരു കടും റോസാണ്. ചിലതിന് വന്നിട്ട് ഒരു കടും ചോപ്പാണ്. മനസ്സിലായോ? 2 കടും ചോപ്പും 2 കടും റോസും. അപ്പം അങ്ങനെ മാറി വേണമെന്നുള്ളവർ പ്രത്യേകിച്ച് പറഞ്ഞോളൂ. 60 എക്സെല്ലാണ് ഇവരുടെ എക്സലിൻ്റെ അളവ് പറഞ്ഞല്ലോ. വെറും 4 എണ്ണം ഉണ്ട്. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തോ, നമ്പറിലേക്ക് വന്നോ, അഡ്രസ്സ് തന്നോളൂ കേട്ടോ. അടിപൊളി മാക്സിയാണ്, അടിപൊളി മാക്സിയാണ്, അടിപൊളി മാക്സിയാണ്. കാണുമ്പോൾ എനിക്ക് തന്നെ ഇതിടാൻ കൊതിയാവും. ഇതൊന്ന് ഇട്ട് നോക്കിയാലോ. ഇതൊന്നും ഇട്ടെ, നിൽക്കിയെടുത്ത കാണാം. അതൊന്നും ഞാൻ ഇട്ടെ. കണ്ണൊന്നും പൂട്ടണ്ട. ഞാൻ ടോപ്പൊക്കെ ഇട്ടിക്കണേ. പിന്നെ ഇപ്പം നിങ്ങളെ മേൽക്കൂടെ ഇടുന്നതിന് ഇപ്പം എന്താ അല്ലേ വേണ്ട. ഇത് ഇടുമ്പോൾ ഒന്ന് പൂട്ടാലേ. പെണ്ണല്ലേ ജാതി മക്കളെ, കണ്ട ആർക്കാണ്ടാ തോന്നുന്നല്ലേ. കയ്യർക്കൊക്കെ ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു മാക്സിയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ കൊതിയായി. അതുകൊണ്ട് വേഗം ചാടിക്കയറി ഇട്ട് നോക്കിയത്. കണ്ടല്ലോ, ഞാനൊരു ഡബിൾ എക്സൽ ടോപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്. അതിൽ കൂടുതൽ പറയുന്നത് ഇതിന് വീതിയും കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൽക്കൂടുതൽ ഞാൻ ഇതിനെ കടകട പറയേണ്ട ആവശ്യം. നല്ലൊരു അവിടെയൊക്കെ ലൂസ് ഉണ്ട്. ഹിപ്പിൻ്റെ അവിടേക്ക് അത്യാവശ്യം ലൂസൊക്കെ ഇതിന് വരുന്നുണ്ട്. നല്ലൊരു മാക്സി, അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ ഇതങ്ങോട്ട് ഊരാണ്. അടുത്ത കാണിച്ചു തരാം. ഞാൻ ഡ്രസ്സിന് മേലെ കൂടെ ഇട്ടോ. 2 മിനിറ്റ് 1 മിനിറ്റ് അത്രേ ഇട്ടുള്ളൂ. ഒരു കാണിച്ചു തരാം കേട്ടോ. ഇത് ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് എടുക്കും. അതുകൊണ്ട് അത് ഇട്ടത് മനസ്സിനുള്ളിലോണ്ട് ഇഷ്ടം വന്നതാണ് വേഗം എടുത്തിട്ട് നോക്കുന്നത്. ഓക്കെ, അടുത്ത കാണാം. എൻ്റെ പ്രത്യേകത വെച്ചാൽ കണ്ട എല്ലാം എടുക്കാൻ തോന്നും. സത്യമല്ലേ ഞാൻ പറഞ്ഞേ. ഏത് എടുക്കണ്ടേ മനസ്സിലാവില്ല. കാരണം എന്താ, സെലക്ഷൻ എൻ്റെതാണ്. എൻ്റെ സെലക്ഷനിൽ പെട്ട കളറാണ്. പിന്നെ എങ്ങനെ അങ്ങനെ തോന്നാതെക്കും. ഞാൻ ഏതാ മോള്. ഡ്രസ്സിൻ്റെ കാര്യത്തിന് കഴിച്ചിട്ട് ആരുള്ളൂ. അപ്പോൾ എടുത്ത സെക്ഷൻ കാണിച്ചു തരാം. ഇത് വന്ന് അപ്പോൾ ഇതാണ് സാധനം. ഇത് മൊത്തം ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരൂല. എന്നാലും എല്ലാം ഒരേ ലീഫിൽ വരുന്നതാണ്. ചെറിയൊരു വ്യത്യാസം ഇതിനുണ്ടോ, ചെറിയൊരു വ്യത്യാസങ്ങൾ ഇതിലുള്ളൂ. പ്രിൻ്റൊക്കെ സെയിം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞ ഇതിൽ വരുന്ന ഇല ഒരു പച്ച ഇലയാണെങ്കിൽ മറ്റേ വരുന്ന ചുവപ്പല, അങ്ങനെയൊക്കെയാണ്. ഫുള്ള് നിവർത്തി കാണിക്കാൻ പറഞ്ഞ സീനാവും. നോക്കാം നമുക്ക്. ഇതും വന്നിട്ട് എക്സലിൽ വരുന്ന തന്നെയാണ്. എല്ലാത്തിൻ്റെ വില 600 രൂപ. മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയും. പിന്നെ ഏതെങ്കിലും ഒന്നിന് വില പറയാൻ വിട്ടിക്കണേ, താത്ത അതിന് വില പറയാൻ വിട്ടുപോയി എന്നും പറഞ്ഞ് വരണ്ട. എന്താ നിങ്ങളോട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, ഏത് എടുക്കണം നിങ്ങൾക്ക് അറിയില്ല. കാരണം അമ്മാതിരി കളക്ഷനാണ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇത് നേവി ബ്ലൂവിലാണ് ഈ ഒരു പച്ച ഇലയിൽ, ഇളം പച്ച ഇലയിൽ വരുന്നത് കേട്ടോ. അടിപൊളി ഐറ്റമാണ്. ഇതിന് നിൽക്കണ്ടില്ലേ ഈ ഒരു പച്ച. അപ്പോൾ അതിനോട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് ഇതിൽ വരുന്നത്. അടിപൊളിയല്ലേ. ഇത് ഭംഗിയുണ്ട്. 60 ലെങ്ത്തും 48 ചെസ്റ്റ് വീതിയും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് റയോണിൽ വരുന്നതാണ്. കമ്പനി മാക്സിയാണ്. ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഇനിയും കാണാനുണ്ട്. അടുത്ത് കാണിക്കാം. അപ്പോൾ ഇതിൽ 4 കളർ ഉണ്ട് കേട്ടോ. 4 കളർ എന്നാൽ പ്രിൻ്റൊക്കെ സെയിമിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇതിൽ കണ്ടോ, ഒരു റോസ് ഷെയ്ഡാണ് മൊത്തം വരുന്നത്. ഇത്ര തന്നെ. ഒരു റോസ് നെക്ക് ഷെയ്ഡ് വരുന്നത്. ഇത് വന്നിട്ട് ഒരു ഗ്രീൻ നെക്ക് ഷെയ്ഡ് വരുന്നത്. അല്ല വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മനസ്സിലായി. ഇവിടെ വന്നിട്ട് ഗ്രീന് വരും, ഈ നെക്ക് വന്നിട്ട് റോസിൻ്റെ ഇത് വരും കേട്ടോ. എന്തിനാണ് ഈ മാക്സി കച്ചവടം തുടങ്ങി? ഞങ്ങൾക്ക് ഇത് കാണാൻ വയ്യാന്ന് കുറേ ആൾക്കാർ പറയുന്നില്ലേ. വാങ്ങാം, ഇൻഷാ അല്ലാഹ് നമുക്ക് വാങ്ങാം കേട്ടോ. കാരണം ഇത് 2 എണ്ണം സോൾഡായി, 3 എണ്ണം എടുത്താണ്. ഇതിന് ഒറ്റ പീസേ ഉള്ളൂ. മെറൂണാണ്. മെറൂണല്ല, എന്താ പറയുക, വൈൻ കളറിൻ്റെ ഡാർക്ക് എന്നൊക്കെ പറയും. നല്ലൊരു ക്ലോത്താണ് കേട്ടോ. ഇത് വന്നിട്ട് എക്സൽ ആണോ അല്ല ഫ്രീ സൈസ് ആണ്. അപ്പോൾ 56 ലെങ്ത്തും 24 ചെസ്റ്റും ഉണ്ടാവും. ഫ്രീ സൈസ് ഇതിൽ. വേറെ ഒന്നും പറയാനില്ല. അത്രയും ഭംഗിയുള്ളൊരു മാക്സി. ഇത് പാക്കിംഗ് കവറിൽ കണ്ടപ്പോൾ ഞാൻ ഇത്ര ഭംഗിയാണെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ ഇത് ഓർഡേഴ്സ് കിട്ടി, കുറേ ഓർഡേഴ്സ് ഇതിന് കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് എടുത്തോട്ട് തന്നെ ഒരു സെറ്റും കൂടി. പക്ഷെ ഇതൊന്നും കൂടി എടുക്കായിരുന്നു. പ്രീ ബുക്കിംഗ് ചെയ്യാൻ തോന്നുന്നുണ്ട് എനിക്ക് ഈ ഒരു ഐറ്റം. ഇത്രയും ഭംഗിയുണ്ട് ഗൈസ്. എന്താ പറയുക, അതിൻ്റെ നെക്ക് കണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഇട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ നെക്കൊക്കെ നോക്കി നിങ്ങൾ.
അടിപൊളി സാധനമാണ്. ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഞാൻ ഒപ്പം കാണിച്ചു തരാം. ബ്ലാക്ക് ഓർഡറിന് വേണ്ടി മാറ്റി വെച്ചിരിക്കേണ്ടത്. ഇതിൻ്റെ സെയിം ബ്ലാക്ക് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു സാധനം. അതൊക്കെ കുട്ടികൾ എടുത്തു. അപ്പം ഇനി എടുത്ത് കാണാട്ടോ. എന്നിട്ട് 10 സെറ്റ് ഞാൻ 10 പീസ് എടുത്തിട്ടുണ്ട്. 3 ഓർഡറാണ്. 1 2 3 4 5 6 ഒന്നും അവിടെ ഉണ്ട്. 4 ഓർഡറിൽ വന്നതാണ്. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ബ്ലാക്കിലാട്ടത് വന്നിട്ടുള്ളത്. ഇതും ഇന്നലെ ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എനിക്കിത് ഇട്ടൊക്കെ തോന്നിയിരുന്നു. കാരണം അത്രയും ഞാൻ പറയുന്നില്ല, കണ്ടില്ല നിങ്ങൾ, ഇത് ഭംഗിയുണ്ടെന്ന് അറിയാം. മാക്സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് മാക്സികൾ. അല്ലാത്ത നിങ്ങളൊക്കെ കണ്ടതൊന്നും മാക്സികളല്ല ഗൈസ്. ഇങ്ങനത്തെയൊക്കെ മാക്സികൾ നിങ്ങൾക്ക് ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ റേറ്റിനൊന്നും നിങ്ങൾക്ക് കിട്ടൂല. ഫോട്ടോയിൽ പല സംഭവങ്ങളും നമ്മൾ അട്രാക്ഷൻ വരുത്താൻ കിട്ടും. പക്ഷെ ക്വാളിറ്റി ക്ലോത്ത് ഇങ്ങനത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. എങ്ങനെയുണ്ട്? പിന്നെ വില പൊട്ടിക്കാൻ നിൽക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. നമ്മളിത് കാണുമ്പോൾ അതേപോലത്തെ പോയിട്ട് എടുക്കണം. എന്നിട്ട് എന്താക്കി ഞാനിപ്പോൾ 50 റുപ്യ കൂട്ടുന്നെങ്കിൽ 10 റുപ്യം കൂട്ടിയിട്ട് വിൽക്കണം. എന്നിട്ട് അവർക്ക് നഷ്ടമായാലും വേണ്ടില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ പറ്റി ഒന്നും പറയുന്നില്ല. ഇത് അതാണ് എവിടെയെങ്കിലും കിടക്കുന്ന കോയേനെയും അബ്ദുവിനെയും ജോൺസനെയും വിളിച്ചിട്ട് വരുന്ന ശിവനെയും വിളിച്ചിട്ട് വരണ്ട. ഇത് ന്യായമായ വിലക്കാണ് ഞാൻ തരുന്നത് ഗൈസ്. എന്താ പറയുക, ഇതിനെപ്പറ്റി ഇങ്ങനെ വിവരിച്ച് ഇവിടെ നിൽക്കാൻ തോന്നുന്നുണ്ട്. അത്രയും നല്ല ഭംഗിയുള്ളൊരു മാക്സിയാണ് ഇത് വന്നിട്ടുള്ളത്. അടാറ് ലുക്ക്, കൂടുതലൊന്നും പറയേണ്ടത്. ഇപ്പം തന്നെ പോകുന്ന അറിയാം. കാരണം വെച്ചാൽ കിട്ടി പോയാൽ പോയി. അപ്പോൾ എന്ത് ചെയ്യുക, പ്രീ ബുക്കിങ്ങിൽ ഇട്ടോളിന് സെയിം സാധനം വന്നിട്ടില്ലെങ്കിലും സെയിം പ്രിന്റ്, ഇതേ ക്ലോത്ത് ഇതേ കാര്യങ്ങളും വരും. ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, പ്രീ ബുക്കിങ്ങിൽ നിന്ന് ഫോട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് തരും. അഥവാ ഞാൻ വീഡിയോ ആണ് ഫസ്റ്റ് കാണിക്കുന്നതെങ്കിൽ ചില സമയത്ത് അവർക്ക് ഫോട്ടോ എടുത്ത് തരാമെന്ന് കഴിയില്ല. അപ്പം പീസ് എണ്ണം പറഞ്ഞിട്ട് റഫ് ഫോട്ടോയിലൊക്കെ സാധനം എടുക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പിന്നെ 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 ഈ വീഡിയോ ഇട്ടാലും ഫസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുള്ളൂ. ഓക്കെ, പിന്നെ വന്നിട്ട് ഇതിൽ 2 ഒരാളെടുത്തു. അതായത് 1 2 3 4 എന്ന് പറഞ്ഞിരുന്ന സെറ്റാണ്. ഒന്ന് ഫ്രീ സൈസിൽ ഞാൻ എടുത്തു, ഒന്ന് ഫ്രീ സൈസിലും ഒരു സെറ്റ് എക്സലിലും എടുത്തു കേട്ടോ. ഈ ഒരു കളറ് ഒരു ഓറഞ്ച് പോലെ വരുന്നുണ്ട്. ഓറഞ്ചാണോ ലൈറ്റ് പീച്ച് ആ ഒരു മിക്സിങ്ങിൽ. പിന്നെ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ, ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ്. ഇത് 2 ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പിന്നെ ബാക്കി കളേഴ്സ് നോക്കിയാൽ മതി. അതായത് ഫ്രീ സൈസിൽ 2 ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഫ്രീ സൈസിൽ ബാക്കി 2 ഒരാൾ എടുത്തതാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഗ്രൂപ്പിലിട്ട പിക്ചേഴ്സാണ്. ഗ്രൂപ്പിൽ തന്നെയാണ് ഫസ്റ്റ് പിക്ചർ ഇട്ട് ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ്. എല്ലാത്തിൻ്റെ ക്ലോത്ത്, ഇവരെ ക്ലോത്ത് അടാറ്. ഞാൻ എടുക്കുന്ന ഈ കമ്പനി ക്ലോത്ത് ഉണ്ടല്ലോ, ഇവരുടെ അടാറ് ക്ലോത്താണ് കേട്ടോ. അടിപൊളി മാക്സികൾ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാല്ല, ഒരു രക്ഷയില്ല. ഫുള്ളൊരു പ്രിൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ മാക്സികൾ ഇഷ്ടം. ഫുൾ ഒരൊറ്റ പ്രിൻ്റ്, നെക്കിൻ്റെ അവിടെ എന്തെങ്കിലും ഡിസൈനും ഫുൾ ഒരൊറ്റ പ്രിൻ്റ്. ഇത് ബാക്കിലും സെയിം ഫ്ലവറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളിപ്പോൾ അവിടെ കാണിച്ചു തന്നില്ലേ, ഇങ്ങനെ ഇതൊന്ന്. ഇനി വന്നിട്ട് വേറൊരു കളറാണ്. അപ്പോൾ ഫ്രീ സൈസിൽ ഇതേ ഉള്ളൂ. ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വിചാരം ഏത് വണ്ണമുള്ളവർക്ക് ഇടാൻ പറ്റുന്നതാണ്. ഈ കമ്പനി മാക്സുകൾ അല്ലെങ്കിൽ കമ്പനി ടോപ്പുകളിലൊക്കെ പൊതുവെ ഫ്രീ സൈസ് അപ് ടു എക്സൽ വരെ ഉള്ളവർക്ക് ഇടാൻ പറ്റുന്നതാണ്. ഈ മാക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ 44 ചെസ്റ്റ് 56 ലെങ്ത്താണ് ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ വരിക. ഓക്കെ, എക്സൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 60 ലെങ്ത്ത്, 24 + 24 48 എന്തും കിട്ടും. നെഞ്ചുവീതി, ചില ആൾക്കാർ നെഞ്ചുവീതി ചോദിക്കാൻ ശരി, ചെസ്റ്റ് അളവ് ഒക്കെ കിട്ടും. ഞാൻ 24 എന്ന് പറയും ചില ആൾക്കാർ. അപ്പോൾ ചില ആൾക്കാർ 24 ഉള്ളൂ. 24 എന്ന് ഉദ്ദേശിക്കുന്നത് 48 നിങ്ങൾ കണക്ക് കൂട്ടണം കേട്ടോ. അപ്പോൾ ഇത് 48 ഇത് ഫ്രീ സൈസാണ്. 44 56 കിട്ടും. ഓർഡർ ആക്കിക്കോളി. ഇനി വന്നിട്ട് തല്ലുവിടാൻ നിൽക്കണ്ട കേട്ടോ. ഇന്നലെ ഒരാൾ കുറേ വോയിസ് വിട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് കച്ചവടക്കാരത്തിയാണ്, പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാണ്ട് നിങ്ങൾ ഇങ്ങനെ കച്ചവടം ചെയ്തിട്ട് എന്ത് കാര്യം ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പം തന്നെ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു. കാരണം അപ്പോൾ ഇവർ ഈ വോയിസ് വിടുന്ന നേരം കൊണ്ട് ഇവർ ചോദിച്ച സാധനം 3 അവരാണ്ട് ഓർഡർ ആക്കി. ഇത്രയും പണിക്കാരൻ നീളം വീതി കാര്യങ്ങളും പറഞ്ഞിട്ട് റേറ്റും പറഞ്ഞ് തുണിയും കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ അപ്പോൾ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിക്കണേ, വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോയുടെ അഡ്രസ്സ് വരെ പേയ്മെൻറ്റ് ഇത്രയുള്ള കാര്യം. അതിൻ്റെ അടിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് കാര്യം. അപ്പോൾ കാര്യമൊക്കെ കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഓർഡർ ആക്കി. അപ്പോൾ ഇത് വന്നിട്ട് 2ാമത്തെ ഡിസൈന് ബാലൻസ് ഉള്ളത്. ഇനി വന്നിട്ട് കാണിക്കാം. ഇനിയുണ്ട്, പോവല്ലേ ഇനിയുണ്ട്. ഫസ്റ്റ് കാണിച്ച ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ അതിന്. ഇത് ഒരൊറ്റ പീസേ ഉള്ളൂ, എക്സലാണ് വന്നിട്ടുള്ളത്.
നമ്മൾ ആദ്യം കാണിച്ചു. പക്ഷെ ആ സാധനമല്ല, അതിൻ്റെ വേറൊരു കിഡിലെ ഐറ്റമാണ്. ഇതിൻ്റെ ഷോൾ മാക്സി അവൈലബിൾ ആണ്. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇങ്ങനെ ഉണ്ട്. എക്സൽ ആണ് വന്നിട്ടുള്ളത്. അതായത് 48 ചെസ്റ്റും ഉണ്ടാവും, 60 ലെങ്ത്തും ഉണ്ടാവും. ഇതും വന്നിട്ട് 550 രൂപക്കാണ് ഇത് ഇട്ടിരിക്കുന്നത് റേറ്റ്. ഓക്കെ, ഇത് 2 ബാലൻസ് ഉണ്ട്. ഇത് വന്നിട്ട് ബ്ലാക്കിൽ 2. ഇത് റേറ്റ് കുറഞ്ഞ റയോൺ ആയിരുന്നു, 320 രൂപേൻ്റെ റയോൺ ആയിരുന്നു. ഇത് 2 ഇവിടെ ബാലൻസ് ഉണ്ട്. ഇത് ആർക്കൊക്കെ എത്തിപ്പെടാണ്ട് ഈ മാക്സി സത്യമായിട്ടും ആർക്കൊക്കെ കൊടുക്കാണ്ട്. ഇത് കരിനീല കേട്ടോ, അത് വന്നിട്ട് ബ്ലാക്കും ഒരു കരിനീല. ഇത് 320 ഇപ്പോൾ ഷിപ്പിങ്ങേ ഉള്ളൂ. ഇത് വന്നിട്ട് ഫ്രീ സൈസ് ആണ് കേട്ടോ, 56 ലെങ്ത്ത് 44 ചെസ്റ്റ്. നല്ല ക്ലോത്താണ്. ഇത് നേവി ബ്ലൂ ഉണ്ട്, ഇതിൻ്റെ കട്ട ബ്ലാക്കും ഉണ്ട് കേട്ടോ. പഞ്ഞുമില്ല. നേവി ബ്ലൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മെറൂൺ ഉണ്ടല്ലോ എന്നുള്ള ഓർമ്മ. ഓടിപ്പോയേക്കുമ്പോഴാണ് മെറൂൺ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് 3 ഒരു പാക്കറ്റ് വന്നത് കേട്ടോ. അപ്പോൾ മെറൂണും ഉണ്ട്, നേവി ബ്ലൂവും ബ്ലാക്കും ഒരു സെറ്റ് ഉണ്ട് കേട്ടോ. ഇതാരോ ഒരാൾ കിട്ടിയിട്ടില്ല എന്തോ പറഞ്ഞ് മെസ്സേജ് ആക്കിയ ചെറിയൊരു ഓർമ്മ ഇട്ടിട്ടോ. നമുക്ക് അറിഞ്ഞൂടെ മക്കളെ, ഒന്നും വിചാരിക്കേണ്ട. ഇടയ്ക്കൊക്കെ ഓരോ പിഴവൊക്കെ വരുന്നുണ്ട്, ക്ഷമിക്കുക താത്താനോട്. 100% റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്, പേടിക്കേണ്ട. ഓക്കെ, അടിപൊളിയല്ലേ? 5 to 7 days ആവട്ടോ കിട്ടാൻ. ഇനി വന്നിട്ട് ഷോൾ മാക്സിയും വന്നിട്ടുണ്ട്, ഷോൾ ഇല്ലാത്തയും വന്നിട്ടുണ്ട്. ഷോൾ വരുന്നതിന് 550, ഇത് വന്നിട്ട് 420 രൂപ ഷിപ്പിങ് കേട്ടോ. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്, സോഫ്റ്റ് റയോൺ ആണ്. എല്ലാ റയോണിലാണ് വരുന്നത്. പക്ഷെ ഇതൊക്കെ ചിലതൊരു പഞ്ഞ് പോലെ ഉണ്ടാവും. ഇതങ്ങനെ തന്നെ ഒരു പഞ്ഞ് പോലെയുള്ളതാണ്. ഇത് വന്നിട്ട് ഫ്രീ സൈസിലാണ് വരുന്നത്. ഷോൾ വിത്ത് മാക്സി വന്നിട്ട് ഇതേ മോഡലിന് ഇതിന് മാച്ചായിട്ട് ഷോൾ വരുന്നുണ്ട്. 550 രൂപ ഷിപ്പിംഗ്, 50 രൂപ, അങ്ങനെ 600 രൂപേൻ്റെ. അത് എക്സലാണ് വന്നിട്ടുള്ളത്. ഇത് 56 സൈസിൽ കേട്ടോ. നല്ലൊരു മഞ്ഞ. അതിൻ്റെ പിങ്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. പിങ്ക് കഴിഞ്ഞോ? ഓർമ്മ കിട്ടുന്നില്ല. പിങ്ക് ഉണ്ട് തോന്നുന്നു. അടിപൊളിയല്ലേ? അപ്പം ഇതുമുണ്ട്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഒരു മുന്തിരി കളർ ഉണ്ട് കേട്ടോ. അതൊക്കെ എവിടെയോ. പിന്നെ വന്നിട്ട് ഒരു പീക്കോക്ക് ഗ്രീൻ ആണോ പീക്കോക്ക് ബ്ലൂ ആണോ? പീക്കോക്ക് ഗ്രീനും ബ്ലൂവും ഒക്കെ കൂടി മിക്സ് ആയതാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. അടിപൊളി മാക്സിയാണ്. ഇത് എക്സൽ ആണ്, 60 ലെങ്ത്ത് 48 ചെസ്റ്റ്, 550 രൂപ പ്ലസ് ഷിപ്പിംഗ്, 600 രൂപ. അടിപൊളിയല്ലേ? പറയാ എല്ലാം അടിപൊളി തന്നെ. എല്ലാം വെറൈറ്റി കളേഴ്സും, വെറൈറ്റി അല്ല റെയർ കളേഴ്സ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എടുക്കുന്ന കളേഴ്സ് പ്രിൻ്റൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകണം. നിങ്ങളിങ്ങനെ മിണ്ടാതെ പോകരുത് കേട്ടോ, കമൻറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. എല്ലാവരും തെറി പറഞ്ഞിട്ട് പോകരുത്, നല്ലത് മാത്രം പറയാൻ ഉദ്ദേശിച്ച് പറയും, അല്ലാത്തവർ മിണ്ടാതെ നിൽക്കുക. അങ്ങനെ കൂടുതൽ ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ സമയമാണ് പോകും. പിന്നെ ഞാൻ പറഞ്ഞ അവിടെ മുട്ടുകയാണ്, ഇങ്ങനെ ചെണ്ടമുട്ടുണ്ട്. ഓക്കെ, ഇനി വന്നിട്ട് അടുത്ത് കാണാം. വന്നിട്ട് ഒരു ആഷ് കളറും കൂടി ഉണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? ഇതൊരു എന്ത് കളർ എന്നാ പറയാം, ഇത് അങ്ങേയറ്റ ലൈറ്റാണ് കേട്ടോ. എന്തൊക്കെയോ ഒരു ഡിസൈനാണ് സംഭവം. പക്ഷെ ഇതൊരു സംഭവം അത്രയും സോഫ്റ്റ്. എനിക്കിത് കാണുമ്പോഴേ കുഞ്ഞു മക്കളെയാണ് ഓർമ്മ വരുന്നത്. കാരണം ബേബി പൗഡറിൻ്റെയും ബേബി ടർക്കീൻ്റെ ഒക്കെ ഒരു ഓർമ്മ വരിക. എന്താ ഇത് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയാവും. അത്രയും പിങ്കാണ്, ലൈറ്റ് പിങ്കിൽ ലൈറ്റ് ക്രീമും ഒക്കെ കൂടി മിക്സ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്ലോത്താണ് കേട്ടോ. ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് 450 ഇപ്പോൾ ഷിപ്പിംഗ് 500 രൂപയാണ്. ഇത് ഒറ്റ പീസേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു ആഷും വന്നിരുന്നു, ഇതൊക്കെ തീർന്നാണ്. ഇനിയിപ്പോൾ ഇത് ഒറ്റ പീസ് ഉണ്ട്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ അടാറ് അന്നേരം ആ ഫീലാണ് നമുക്ക്, ശരീരത്തിന് അത്രയും സുഖം ഉണ്ടാവും ഇതൊക്കെ ഇടാൻ. അതാണ് ഏറ്റവും മെയിൻ. ഇനി ഇത് ഒരു ബ്ലൂ ആർക്കും എപ്പോഴും അയക്കാനുണ്ട്, ഇവിടെ മാറ്റി വെച്ചിട്ട് നാളെ പേയ്മെൻറ്റ് തന്നാണ്. കാരണം ഞാനന്ന് അൽഹംദുലില്ലാ ജസാക്കല്ലാഹ് ഖൈർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. കാരണം അന്ന് ഇത് ലാസ്റ്റ് പീസായിരുന്നു. പക്ഷെ ഇത് വീണ്ടും റീസ്റ്റോക്ക് എടുത്താണ്. അന്ന് കുറേ ആൾക്കാർ ആ ബ്ലൂവിന് ചോദിച്ചപ്പോൾ കൊടുക്കാണ്ടായില്ല. അപ്പോൾ ഇത് 2 പീസ് വെച്ചോന്ന് പറഞ്ഞ് എടുത്താണ് ആള്. ഇനി എന്തെന്നാണെങ്കിലും ഇത് ഞാൻ സെയിൽ ചെയ്യാൻ പോവുകയാണ്, കാരണം ഇത് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ 2 ബ്ലൂ ഉണ്ടാവണം അവിടെ. അപ്പോൾ ഇത് വന്നിട്ടും ഫ്രീ സൈസിലാണ്, 56 സൈസ് മാക്സ്. ഇത് 450 ഇപ്പോൾ ഷിപ്പിംഗ് 500 രൂപക്ക് കിട്ടും കേട്ടോ. നല്ല ക്ലോത്താണ്, അതാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് ഇങ്ങനെ വരും. നല്ല അടിപൊളി റയോൺ മാക്സിയാണ്. ഇതാ കഴുത്തടിയിലിങ്ങനെ നല്ല അടിപൊളി നെക്കാണ്. താത്ത എന്നാൽ മാല ഇട്ടിട്ടില്ലെന്ന് വിചാരിക്കുന്നുണ്ടാവും. എടുത്തേക്ക് വന്നപ്പോൾ താത്ത മാലയും കമ്മലൊക്കെ ഇട്ട് എന്താവോ കുറച്ച് കാലമായിട്ട് കമ്മൽ കാത് കിടക്കുന്നുണ്ട്. എൻ്റെ മമ്മൂസ് മാല കണ്ടു കഴിഞ്ഞാൽ മാല വേണം, വള കണ്ടു കഴിഞ്ഞാൽ വള വേണം, കാലിലെ പാത്രം കണ്ട് നമ്മൾ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ അവനിങ്ങനെ കളിക്കിട്ടോ
കാല് പാത്രം കണ്ടു കഴിഞ്ഞാൽ കടിച്ച പാത്രം കളിക്കാൻ ഒരു കുപ്പിയും വേണം. എന്നിട്ട് ഈ മാല ഈ പാത്രം എന്നിട്ട് അങ്ങനെ കുപ്പിക്കിടും, എന്നിട്ട് മൂടിക്കും, എന്നിട്ട് അങ്ങനെ കൊട്ടും, പിന്നെ എടുക്കും, പിന്നെയും കുപ്പിക്കും, ഇത് മൂടും ഇടും. ഇതാണ് അവൻ്റെ ഹോബി. ഇപ്പോൾ കുറച്ചായിട്ടുള്ള മാറിയിട്ട് കമ്മൽ കണ്ടാൽ ചോദിക്കലുണ്ടായിരുന്നു, ഇപ്പോൾ കമ്മൽ ചോദിക്കലില്ല. അതുകൊണ്ടാണ് ഈ കുന്ത്രാണ്ടങ്ങളൊന്നും എടുത്തിടാത്ത കേട്ടോ, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അതിൽ കൂടെ പിന്നെ ഒക്കെ പോട്ടെ, ഒരു പിന്നൂത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കൊത്താൻ വേണ്ടിയിട്ട് വാങ്ങിയത്. പിന്നെ ഇനിയിപ്പോൾ ടൗണിൽ പോകുമ്പോൾ വേണം വാങ്ങാൻ. എൻ്റെ അല്ലോ ആ പിന്നെ കണ്ട അപ്പത്തേക്ക് എനിക്ക് പിന്നെ വേണം. ഇതിവിടെ തന്നെ കുത്തിച്ച് നല്ല സുഖമാണ്. അതിന് തിരഞ്ഞിട്ട് കാണണ്ട, ഒരു ഡപ്പി വാങ്ങിയാണ്, തിരഞ്ഞിട്ട് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് 100% ഇതൊക്കെ നിങ്ങളെ മനസ്സിലുണ്ട്. ഞാനപ്പോൾ പിന്നെ അതിൻ്റെ മറുപടി ഇത് നേരത്തെ തന്നെ തന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാൻ ഇങ്ങനെയാണ് മക്കളെ. അപ്പോൾ ഇതാ കണ്ടല്ലോ റെഡ്, പിന്നെ ബ്ലൂ. അപ്പോഴാണ് ഞാൻ തിരക്കാൻ അതായത് കളർ ചേഞ്ച് ആണെന്നൊക്കെ കാണിച്ചിട്ട് നിവർത്തിയാൽ ഇതിന് ഭംഗി കാണുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇട്ട് കാണുന്നതിനേക്കാൾ ഭംഗി ഞാൻ എടുക്കുന്ന എന്തോരം പണി ഉണ്ടെന്ന് പറയുന്നതൊക്കെ ഒക്കെ എടുത്തേക്കാൻ അന്ന് നിങ്ങൾക്ക് അറിയണ്ട. എത്ര തവണ പറഞ്ഞാലും ചില ആൾക്കാർ താത്ത ഇതിൻ്റെ വേറെ കളർ കിട്ടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. വേറെ കളറിൻ്റെ താത്ത കാണിച്ചു തരുമല്ലേ മക്കളെ. അപ്പോൾ ഇതാണ് സാധനം. 500 റുപ്യ ഷിപ്പിംഗ് ചാർജ് അടക്കം. ഫ്രീ സൈസ് മീൻസ് 48 ചെസ്റ്റ്, നെഞ്ചളവ് 56 ലെങ്ത്ത്. ഓക്കെ, റയോൺ മാക്സ് ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ് വരുന്നത്. ഇനി വന്നിട്ട് കൊടുത്തിട്ടില്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സുധരം എൻ്റെ അടുത്ത് സാധനം എടുത്ത കുട്ടിയാണ്. എന്ത് ചെയ്യണം, ചില സാധനങ്ങൾ അങ്ങനെ പെടുന്നുണ്ട് എൻ്റെ അടുത്ത്. ഒന്നും വിചാരിക്കേണ്ട, ഇത് റീഫണ്ട് ചെയ്യാലേ ഇനി നടക്കുള്ളൂ. നല്ല വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളൊരു ഗ്രൂപ്പിൽ നിൽക്കുമെന്ന് പറയുന്നത്. ഗ്രൂപ്പിൽ ഒറ്റവട്ടം ചോദിച്ചാൽ മതിയല്ലോ. ഇത് വന്നിട്ട് ഫ്രോക്ക് മാക്സിയാണ് കേട്ടോ. ഫ്രീ സൈസിലാണ് വരുന്നത്. ലാർജ് എന്ന് പറയാം. ഇതിങ്ങനെ ഇത്രയും നിൽക്കുള്ളൂ. ഇതിനും 600 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അടക്കം വരുന്നത്. അങ്ങനെ ഉണ്ടല്ലേ, ഫ്രോക്ക് മാക്സി എന്നറിയില്ലേ. പക്ഷെ സാധാ കോട്ടണിലല്ല, റയോണിലാണ്, ഇമ്പോർട്ടഡ് റയോണിലാണ്. ഇതിൻ്റെ പിങ്ക് ഒന്നുണ്ടായിരുന്നു, അതിൻ്റെ മകൾ പൊക്കി അവളിട്ടു. നീളം വന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയല്ല കേട്ടോ, നീളമൊന്നും അളന്നിട്ടില്ല. ഏതായാലും ഇത് 3/4 നിൽക്കും. ഞാൻ 52 സൈസ് മാക്സി ഇടുന്ന ആളാണ്. എനിക്കിത് ഫുള്ള് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പം ബാക്കിൽ 2 കെട്ടൊക്കെ ഉണ്ട്. ഹാഫ് സ്ലീവിലാണ്. അടിപൊളി സാധനമാണ്. നല്ല വീതിയൊക്കെ ഉണ്ട്. പ്രഗ്നൻ്റ് ആയവർക്കും അല്ലാത്തവർക്കൊക്കെ ഇടാൻ പറ്റും. ഫ്രോക്ക് മാക്സിയാണ്. ഇതിൻ്റെ സെയിം സാധനം അവിടെ പോയി വേറൊരു കളറ്. ഇതിനൊക്കെ സെറ്റ് ഉണ്ടായിരുന്നു. സെറ്റ് ഓരോരുത്തർ എടുത്താണ് കേട്ടോ. അതിൻ്റെ സെറ്റ് മോളെടുത്തു. ഇതിൻ്റെ സെറ്റ് വേറെ ഏതൊരു കസ്റ്റമർ എടുത്തു. ലൈറ്റ് പർപ്പിൾ കളറാണ്. അടിപൊളി. ഇതിൻ്റെ വീതി നിങ്ങൾക്ക് അറിയണം അല്ലേ? ഞാനും നോക്കട്ടെ, എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോഴേ ഞാൻ ഏതായാലും നോക്കാൻ വേണ്ടി പോയി. ലാർജ് അതിൽ കൊടുത്തിരിക്കുന്നത് അതന്നെ നമ്മൾ ഫ്രീ സൈസ് അപ്പ് ടു ലാർജിൻ്റെ അളവിന് 44 വീതി വരുന്നുണ്ട്. താഴേക്കും വീതി വരുന്നുണ്ട്. നീളം വന്നിട്ട് ഒരു 46-47 ലെങ്ത്ത് നീളവും വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഇത് വന്നിട്ട് 600 രൂപ. ഇത് 2 എണ്ണേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ ഈ ഐറ്റംസൊക്കെ. പക്ഷെ ഫണ്ട് ഇടണം, അല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഫണ്ട് ഇട്ടവർക്ക് നമ്മൾ പേഴ്സണൽ ഫോട്ടോയും കൊടുക്കുള്ളൂ. പക്ഷെ ഫോട്ടോ കിട്ടി ഓർഡർ തന്നാൽ നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ നിൽക്കണം. നിങ്ങളെ കാര്യങ്ങളും പാക്കിംഗ് ഫോട്ടോ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ തൽക്കാലം ഇനിയും കാണിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. മാക്സികൾ ബാലൻസ് ഉള്ളത് നാളെ കാണിക്കും. പിന്നെ കോഡ് സെറ്റ് ഒരു മിനിറ്റ് പോലെ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. കുറേ ആൾക്കാർ വാരിക്കൊട്ടും. ഈ കോഡ് സെറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികൾ വന്നിട്ട് ഇവിടുന്ന് വാരിക്കൊട്ടി. അത് കാരണം എനിക്ക് ഓൺലൈനിൽ സത്യം പറഞ്ഞാൽ മര്യാദ ഇതൊക്കെ പൊട്ടിച്ചവർ നോക്കിയത് കേട്ടോ. ഇതും ഇനി പൊട്ടിക്കാത്തയും പൊട്ടിച്ചൊക്കെ പുതിയതൊക്കെ ഉണ്ട്. മര്യാദ സത്യം പറഞ്ഞാൽ റിപ്ലൈ കൊടുക്കാത്ത കാരണം ബാലൻസ് ആയത്. റിപ്ലൈ എങ്ങനെ കൊടുക്കുക? ചില ആൾക്കാർ വന്നിട്ട് പേയ്മെൻറ്റ് അങ്ങോട്ട് എടുത്തിട്ടിരിക്കണേ. ഇപ്പോൾ അവർ ഇതുവരെ സെലക്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കണേ, ഇന്ന് ഞാൻ റീഫണ്ട് ചെയ്യും. കാരണം സെലക്ഷൻ തീർന്നില്ല. ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും നാളത്തെ വീഡിയോ ഇട്ടോ, മറ്റന്നാളത്തെ വീഡിയോ ഇടുമെന്ന് പറയും. എന്താ അത് പറയുന്നത്? പൈസ തന്ന് നിൽക്കണേ. 10 പീസ് 20 പീസ് വേണം എന്നിട്ട് പൈസ നിൽക്കണേ. ഇതുവരെ ഓരോ സെലക്ഷൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആ പൈസ റീഫണ്ട് കൊടുക്കും. റീഫണ്ട് കാരണം നമുക്ക് പൈസ മാത്രമല്ലേ വരും, നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം. അവരിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ നാളെ പറയട്ടോ മറ്റന്നാൾ പറയട്ടോ എന്ന് പറയും. ഞാൻ പൈസ ഞാൻ അവർക്ക് തിരിച്ചിട്ട് കൊടുക്കും. ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് കോഡ് സെറ്റ്. നാളെ നമുക്ക് കാണിക്കട്ടോ. ഇത് വന്നിട്ട് എക്സലാണേ. എക്സൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എക്സലും ഡബിൾ എക്സലൊക്കെ അവൈലബിൾ ആണ്. നല്ല എന്താ പറയുക, ഇതിൽ കാണിക്കുമ്പോൾ കളർ അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ നാളെ നമുക്ക് ജസ്റ്റ് മോഡൽ കാണിച്ചു തന്നെ കേട്ടോ. വേണമെന്നുള്ളവർ പേയ്മെൻറ്റ് ഇട്ടിട്ട് ബുക്കിംഗ് എടുത്തോ, ഞാൻ അവർക്ക് പേഴ്സണൽ കറക്റ്റ് വിട്ടുതരാം. അതെന്താ ഈ പേയ്മെൻറ്റ് തന്നവർക്ക് മാത്രം പേഴ്സണലി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറേ ആൾക്കാർ കളിപ്പിക്കും. അപ്പോൾ അതിന് നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളി. ഇതൊക്കെ ഇവിടെ ബാലൻസ് ഇഷ്ടംപോലെ പീസ്. ഇനി എന്ത് എൻ്റെ പേന ഇവിടെ പോയി. ഇതൊക്കെ ഇവിടെ കുട്ടികൾ വന്നിട്ടേ ഇവിടെ ഒരു കോളേജ് ഉണ്ട്, നോക്കിയെടുത്ത് പോയതാ.
ഇങ്ങനെ ഒരു ഗ്രീൻ ഫ്ലവർ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് ഷിപ്പിംഗ് ചാർജ് അടക്കം 450 രൂപയാണ്. ഇനി അതിൽ 6 പീസ് എടുക്കുന്നവർക്ക് നമ്മളിത് 370 രൂപക്ക് തരും കേട്ടോ. ഇത് വന്നിട്ട് ഒരു മോഡല്. ഇനി എടുത്ത വീഡിയോ കോഡ് സെറ്റിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ. എത്ര പീസ് ഉണ്ട് എങ്ങനത്തെ ഉണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇതിലിപ്പോൾ എക്സൽ എത്ര ഉണ്ട് ഡബിൾ എക്സൽ എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത്. സാധനം ഉണ്ട് കേട്ടോ, സാധനം ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഇതിൽ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് ഇതിൽ പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ എണ്ണ നോക്കണം. ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എണ്ണ നോക്കുന്ന പരിപാടിയാണ്. ഇത് 2 പാൻറ്റാണ്, ഇതിന് 2 എണ്ണം ഉണ്ട് കേട്ടോ. നിൽക്ക് ഞാൻ കാണിച്ചു തരാം. 2 അളവേ ഉള്ളൂ, അതിൽ കൂടുതൽ വലിയ അളവൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സലാർക്ക് ഡബിൾ എക്സൽ ആണെങ്കിൽ ശരി വാങ്ങിക്കോളൂ. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതി. കണ്ടില്ലേ, ഇത് വന്നിട്ട് വൈറ്റാണ്. ഇതും കുറച്ച് പീസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തെന്നാണെങ്കിലും ഒരു 5-6-7 പീസ് എന്തെന്നാണെങ്കിലും ഉണ്ടാവും. ആർക്ക് റിപ്ലൈ കൊടുക്കാത്ത മൂലം അവിടെ നിന്ന് പോയത്. റിപ്ലൈ കൊടുക്കാത്തതിന് കാരണം അതാണ്. കാരണം ഇതോട്ട് മാറ്റി വെക്കാൻ കഴിയുന്നില്ല. പൈസയും തന്നിട്ട് ഇന്ന് സെലക്ട് ചെയ്യും, നാളെ സെലക്ട് ചെയ്യുന്ന ഒരു സെലക്ഷൻ നടക്കണ്ടേ. ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ്. ഇതിൻ്റെ പാൻറ് അവിടെ പോയി. ഇതുണ്ടല്ലേ, ഇതുണ്ട്. പിന്നെ വന്നിട്ട് കളേഴ്സാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്, കളേഴ്സ്. പിന്നെ വന്നിട്ട് ബ്ലാക്ക് എന്തെന്നാണെങ്കിലും നിങ്ങൾ സ്റ്റോക്ക് എടുത്തോളൂ. ഷുവറായിട്ട് സാധനം ഉണ്ട്. കാരണം ബ്ലാക്ക് ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. കാരണം ബ്ലാക്കിന് എല്ലാവർക്കും ഒരു ഇഷ്ടമാണല്ലോ. ഇത് 2 ടോപ്പ് എടുത്തിട്ട് വന്നിട്ട് മക്കളെ കുഴപ്പമില്ല. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് മനസ്സിലായില്ലേ. ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ക്ലോത്താണ്. ഇത് വന്നിട്ട് വേറെ കളറ്. ഇതിൻ്റെ ബ്ലൂ ഗ്രീന് ഈ ഒരു കളറിലാണ് ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ. ബ്ലൂ ഗ്രീന് പിന്നെ ഈ ഒരു പ്രിന്റിൽ. ഇത് വന്ന് സൈസ് വന്നിട്ട് എക്സൽ. ഈ എക്സലും ഡബിൾ എക്സലും നോക്കാൻ നിൽക്കുന്നത് കൊണ്ടാണ് പിരാന്ത് പിടിക്കുന്നത്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഇന്ന് നാളത്തെ വീഡിയോ ഇൻഷാല്ലാ ഇതിനെ പറ്റിയിട്ടായിരിക്കും. എനിക്ക് പറയാൻ പറ്റുന്നില്ല, അതാണ് സംഭവം. ഇന്നൊന്ന് എണ്ണം റെഡിയാക്കട്ടെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഒരു പേയ്മെൻറ്റ് എടുത്തിട്ട് ഓർഡർ എടുത്തോളൂ. എന്തെന്നാണ് ഫസ്റ്റ് നിങ്ങൾക്കായിരിക്കും സെലക്ഷനിലേക്ക് ആദ്യം പോകുക. പിന്നെ വരുന്നവർക്കായിരിക്കും. ഇതൊരു ലൈറ്റ് ബ്ലൂ ഗ്രീൻ ആണോ ബ്ലൂ ആണോ എന്ന് പറയാൻ പറ്റാത്തൊരു കളറാണ്. ഗ്രീൻ ആണ് കേട്ടോ സംഭവം, ഗ്രീൻ തന്നെ. ഒക്കെ ഒരു റേറ്റ് തന്നെയാണ്. ഇത് ഡബിൾ എക്സലാണ്. നല്ല റേറ്റാണ്. കോഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഭംഗി കണ്ടില്ലേ. ഇതതിൻ്റെ പലാസോ പാൻറ്റാണ് വരുന്നത്. നല്ല ക്ലോത്താണ്. ഇതും ഒരു 4 പീസ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ പൊട്ടിക്കാത്തത് കൊണ്ട് എനിക്ക് കറക്റ്റ് എണ്ണം പറയാൻ പറ്റും. 4 പീസ് ഉണ്ട്. ഇത്രയും മോഡലാണ് വന്നിട്ടുള്ളത് കോഡ് സെറ്റ്. മെറൂണ് പിന്നെ ഫുൾ സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. ഇതിൻ്റെ വീഡിയോ ആയിരിക്കും നാളെ ഇൻഷാല്ലാ നമ്മളിടാൻ പോകുന്നത്. മനസ്സിലായി. നാളെ അവൽ ഗ്രൂപ്പിൽ ചിലപ്പോൾ വേണമെങ്കിൽ കറക്റ്റ് എണ്ണം കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിലിടാം. അതുകൊണ്ട് അവനെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നാളെ ആയിരിക്കും കാണിക്കുക. പിന്നെ യൂണിറ്റിൽ നിന്ന് എടുക്കുന്ന ഷർട്ട് അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഷർട്ട് അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് ലാർജാണ്. ഒക്കെ വീതിയും കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഏകദേശം അളവ് ലാർജ് എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് വേണമെങ്കിൽ എടുക്കാം. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പലാസോ സെറ്റ് അടിച്ചില്ലേ, അതിൻ്റെ എല്ലാ ഷെയ്ഡും വന്നിട്ട് ഇത് ഷിപ്പിംഗ് ചാർജ് അടക്കം 500 രൂപയാണ് വരുന്നത്. റേറ്റിൽ എന്തെങ്കിലും കൂടുതൽ എന്തായാലും ഇല്ല, കുറവുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്നാലും കൂടുതൽ അതിൻ്റെ മേലേക്കില്ല. ഇത് അതേ ഷെയ്ഡിൽ വരുന്ന ഇങ്ങനത്തെ ടോപ്പാണ്. ഇതും അങ്ങനത്തെ പ്രിന്റിൽ വരുന്ന ഇങ്ങനത്തെ ടോപ്സുകൾ നമുക്ക് കളക്ഷൻ കൊടുക്കാനുണ്ട്. ഇതിൻ്റെയൊക്കെ ബാലൻസ് എത്ര എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വീഡിയോയിലിടും, ഇന്ന് നമ്മൾ ഗ്രൂപ്പിലിടും. ബാക്കിയുള്ളത് നമ്മൾ വീഡിയോയിലിടും. ഇതിനൊക്കെ മാക്സിമം പോയാൽ ഷിപ്പിംഗ് ചാർജ് ഒക്കെ 500 വരുന്നതാണ് കേട്ടോ. ജീൻസിനൊക്കെ ഇട്ടാൽ പൊളിക്കും. ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ വീഡിയോ നാളെ ഉണ്ടാവും. അവൈലബിൾ ബാക്കി ബാലൻസ് പീസിൻ്റെ എണ്ണം കാര്യങ്ങളൊക്കെ ഇന്ന് ഗ്രൂപ്പിൽ ഇൻഷാല്ലാ രാത്രി എങ്കിലും ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ മനസ്സിലായല്ലോ, ലോങ് ആയിട്ട് പോവുകയാണ് വീഡിയോ. കാരണം കളക്ഷൻസ് കാണിച്ചു തരുമ്പോൾ ലോങ് ആയി പോകുന്നതാണ്. എന്നാൽ വീഡിയോ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ആക്കുകയാണ്. ഇനിയും കളക്ഷൻസുമായിട്ട് ഞാൻ മുന്നിലേക്ക് വരും. മെഹഫിൻസ് എന്നാണ് നമ്മുടെ മമ്മൂസിലെ ഫീനു മമ്മൂസിൻ്റെ അവൻ്റെ പേരാണ് മെഹഫിൻ. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മളെ ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യുക. കാര്യങ്ങൾ വെറുതെ കുറേ കാര്യങ്ങൾ സംശയങ്ങളൊന്നും നിങ്ങൾ ചോദിക്കുക. അതൊക്കെ 5 to 7 days ആണ്. ഇനി ഇൻഷാല്ലാ മെല്ലെ സ്പീഡാക്കാൻ നോക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഞാനും വേർത്തിട്ടൊന്നും ഇരിക്കാനൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകാനുണ്ട്. പോസ്റ്റ് ഞാൻ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പോസ്റ്റിലേക്ക് എടുത്ത് പോവുകയാണ്. കാരണം ഇത് കൊണ്ടുപോയി അയക്കണമെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ സീനാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അതോടൊപ്പം പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. മിസ്റ്റേക്കുകളൊക്കെ പറയാം, അതൊന്നും പ്രശ്നമല്ല. ചൂണ്ടിക്കാണിച്ചാൽ അതൊന്നും കുഴപ്പമില്ല. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.